2020 എൻ ഡി എയുടെ ഘടകകക്ഷിയായി മാറിയിരിക്കുകയാണ്. വലിയ ചർച്ചകളാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് രൂപം കൊള്ളുന്നത്. സാബുവിൻ്റെ ബിസിനസ് സ്വപ്നങ്ങളാണ് ഇതിന് പിന്നിൽ. ഇ ഡി അന്വേഷണങ്ങളെ ഇല്ലാതാക്കാനുള്ള തന്ത്രമാണ് ഇത്തരത്തിലുള്ള നീക്കത്തിന് കാരണം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ എതിർ പാർട്ടിയിലുള്ള നേതാക്കൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കൂടിച്ചേരലിനെ നമ്മൾ കാണേണ്ടത്? ഇപ്പം കുന്നത്തുനാട് അടക്കം പിടിക്കുക എന്ന് പറയുന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്ന് കൃത്യമായിട്ടും നമുക്കറിയാം. ഇതിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് പല നേതാക്കളും ഇപ്പോൾ രംഗത്തും വരുന്നുണ്ട് 2020. അപ്പം ഭാവിയിൽ എന്താണ് ഈ 2020യുടെ ഒരു രാഷ്ട്രീയ ചിത്രം, എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? 2020 ഔദ്യോഗികമായി എൻ ഡി എയുടെ ഭാഗമായ പ്രഖ്യാപനം ഇന്നലെ ഉണ്ടായി. കേരളത്തിലെ ഈ ആം ആദ്മി പാർട്ടി മോഡലിലുണ്ടായ അല്ലെങ്കിൽ ആ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം, പുതിയ രാഷ്ട്രീയ സംസ്കാരം എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ ചില ചലനങ്ങൾ ദേശീയ തലത്തിൽ ഉണ്ടായപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് അതേ ഒരു കാലഘട്ടത്തിൽ 2015 കൂടിയാണ് ഈ 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുന്നതും. ആദ്യം അതിനു മുമ്പും സാബുവിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ രജിസ്റ്റേർഡ് ആയിട്ട് പ്രവർത്തിച്ചു തുടങ്ങി എനിക്ക് തോന്നുന്നു 2015 അന്ന് തൊട്ട് അത് എറണാകുളം ജില്ലയിലെ ഒരുപക്ഷെ വലിയ നിർണായക ശക്തിയാകുമെന്നും കേരള കോൺഗ്രസിന്റെ സ്ഥാനം 2020 പിടിച്ചെടുക്കുമെന്നും അങ്ങനെയൊക്കെയുള്ള പല ഊഹാപോഹങ്ങളും നിലനിന്നിരുന്നു. ഒട്ടും മോശമല്ലാത്ത പ്രകടനം അവർ കാഴ്ചവെച്ചിരുന്നു. 4 പഞ്ചായത്തുകൾ ഭരിച്ചു. ഇപ്പോൾ അത് 2ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. കുന്നത്തുനാട്ടിൽ അസംബ്ലി ഇലക്ഷനിൽ നല്ല പെർഫോമൻസ്, 42,000 വോട്ടൊക്കെ കിട്ടി 3-ാം സ്ഥാനത്ത് വന്നു. 2-ാം സ്ഥാനത്ത് എത്തിയില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു വലിയ ചോദ്യം വന്നിരിക്കുന്നു. 2020 ഒരു മുന്നണിയുടെ ഭാഗമായിരിക്കുന്നു. എന്താണ് 2020 ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? 2020 ഇതുകൊണ്ട് നേട്ടമുണ്ടാകും, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാന്നിധ്യം അറിയിക്കാനായിട്ട് 2020യുടെ ഈ നീക്കം കൊണ്ട് സാധിക്കും? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് കുറച്ച് ആൾക്കാരൊക്കെ 2020യിൽ നിന്ന് ഈ ഒരു പുതിയ സൂചനകളൊക്കെ കൊണ്ട് പിന്നോട്ട് പോയാലും 2020യുടെ ബേസിന് വലിയ ഒരു കുഴപ്പം വരാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 2020 എന്ന പ്രസ്ഥാനം അതിന് ചില പരിമിതികളുണ്ട്. അതാണല്ലോ ഈ വളരെ കുറഞ്ഞ കാലയളവിൽ ഒന്ന് ജ്വലിച്ചുയർന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് അതിൻ്റെ ശോഭ മങ്ങി തുടങ്ങിയിരിക്കുകയാണ്. 2020യുടെ ആ ഒരു യഥാർത്ഥ പ്രഭാവം നിലനിന്നിരുന്നത് ഒരു 2018 തൊട്ട് ഒരു 2022 വരെയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം അത് പിടിച്ചു നിർത്താൻ അവർക്ക് പറ്റുന്നില്ല. ഈ സാബു ചില തന്ത്രപരമായ പിഴവുകൾ വരുത്തി. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് 2020യുടെ പ്രസക്തിയെ അല്ലെങ്കിൽ 2020യുടെ നിലനിൽപ്പിനെ അപകടത്തിലാക്കിയ. അത് BJPയുടെ കൂടെ ചേർന്നതല്ല. അത് ഞാൻ അതിലേക്ക് വരാം. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ചിലപ്പം ഒരുപക്ഷെ ഗൗതമിന് വിയോജിപ്പുണ്ടെങ്കിൽ ഗൗതമിന് ചോദിക്കാം. എനിക്ക് തോന്നുന്നത് 2020ക്ക് സംഭവിച്ച ഒരു പ്രതിസന്ധി 2020 പിണറായി CPMനെയും കേരള ഭരണകൂടത്തെയും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഈ കേരളത്തിൻ്റെ വികസനത്തിനോടുള്ള കാഴ്ചപ്പാടിനെതിരെ അവരൊരു നീക്കം നടത്തി. അതായത് കേരളത്തിലെ വികസന വിരുദ്ധമായ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ, അതുപോലെ കേരളത്തിൽ വെൽഫെയർ പൊളിറ്റിക്സ് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ, ഈ 2 ഘടകങ്ങളിലാണ് 2020 പ്രതീക്ഷ നൽകിയത്. പക്ഷെ ദൗർഭാഗ്യവശാൽ 2020യുടെ സ്ഥാപകനും അതുപോലെ അതിൻ്റെ അദ്ദേഹം ചീഫ് കോർഡിനേറ്റർ എന്നങ്ങാനാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. പ്രസിഡന്റ് എന്നോ ജനറൽ സെക്രട്ടറി എന്നോ ഒന്നുമല്ല. അപ്പോൾ ശ്രീ സാബു ജേക്കബ് ഈ കുറച്ചു കാലം മുമ്പ് ഒരു പ്രസ്താവന നടത്തി അദ്ദേഹത്തിന് പിണറായിയുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ച്. അതുവരെ പിണറായിക്കെതിരെ ആഞ്ഞടിച്ചിരുന്ന സാബു ജേക്കബ് പെട്ടെന്ന് പിണറായിയോട് സ്നേഹം കാണിച്ചുകൊണ്ട്, അതായത് എനിക്ക് അദ്ദേഹത്തിൻ്റെ മകനെ പോലെ ആയിരുന്നു താനെന്നും വിദേശത്ത് ചികിത്സയ്ക്ക് പോയപ്പോൾ താനാണ് കൂടെ കൊണ്ടുപോയെന്നും തനിക്ക് അദ്ദേഹത്തിനോടുള്ള ആ ഒരു ആത്മബന്ധം സൂചിപ്പിക്കുന്ന ഒരുപാട് പ്രസ്താവനകൾ ഇദ്ദേഹം നടത്തി. എന്തിനാണ് ഈ സാബു നടത്തിയതെന്ന് എനിക്കറിഞ്ഞൂടാ. സാബുവിന് ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് പിണറായി വിജയനുമായിട്ട് അടുപ്പമുണ്ടായിരിക്കാം. ഒരു കാരണവശാലും ആ അടുപ്പം രാഷ്ട്രീയ ഒരു പ്രസംഗത്തിനിടയിൽ സാബു പറയരുതായിരുന്നു. കാരണം അത് ഒരു ചിന്താക്കുഴപ്പത്തിലാക്കും ആവറേജ് വോട്ടർ. ഇയാൾ പിണറായിയുടെ ആളാണോ
അതിനു മുമ്പ് തന്നെ ഈ പറയുന്ന സംശയം ഉണ്ടായിരുന്നു, ഇയാളെ അമിത്ഷായുടെ മോഡിയും വേഷം കെട്ടിച്ചിറക്കിയതാണോ എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പത്രക്കാരൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. കാരണം പലരും പറയുന്നത് ഈ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടാണ് യഥാർത്ഥത്തിൽ 2020 പിടിക്കുന്നത്. കാരണം ഒരു അല്ലെ മധ്യ ഉപരിവർഗത്തിന്റെ വോട്ടാണ് 2020 പിടിക്കുന്നത്. പിന്നെ ക്രിസ്ത്യൻ വോട്ട്, ഇത് രണ്ടും എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന് കിട്ടേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ പെരുമ്പാവൂര്, പിന്നെ കുന്നത്തുനാട്, അതുപോലെ എവിടെയാണ് തൃക്കാക്കര, അങ്ങനെയൊക്കെയുള്ള കുറേ ഭാഗങ്ങളിൽ പരമ്പരാഗത ഈ യാക്കോബായ വോട്ടുകൾ, അത് കോൺഗ്രസിന് പൊയ്ക്കൊണ്ടിരുന്ന വോട്ടിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വന്നതെന്ന് ചിലർ സംശയിക്കും. ഈ പിണറായിയോടുള്ള ആത്മബന്ധം ഇദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പലരും വിചാരിച്ചു ഇത് എറണാകുളം ജില്ലയിലെ കോൺഗ്രസിനുള്ള സ്വാധീനം ഇല്ലാതാക്കാൻ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ ഒരു ബുദ്ധിയാണെന്ന് വിചാരിച്ചു. അപ്പൊ ഇദ്ദേഹം ഒരു എന്താണ് ഒരു കൺഫ്യൂസിങ് സിഗ്നല്, ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു സൂചന പുറത്തുവിട്ട് സ്വന്തം രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെ ഭാവി തന്നെ അപകടത്തിലാക്കിയ വ്യക്തിയായിട്ടാണ് സാബുവിനെ ഞാൻ കാണുന്നത്. സാബു ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതാണ് എൻ്റെ ഒന്നാമത്തെ തോന്നൽ. പിന്നെ വെൽഫെയർ പൊളിറ്റിക്സ്, ക്ഷേമരാഷ്ട്രീയം. സാബു അവിടെ പിന്നെ കിഴക്കമ്പലത്ത് തുടങ്ങിയിട്ടുള്ള ആ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, ആ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷാ സൂപ്പർ മാർക്കറ്റ്. ആ സൂപ്പർ മാർക്കറ്റിൽ വില കുറച്ച് ചില ID കാർഡ് ഉള്ളവർക്ക് കിട്ടുന്നു. ഇതിപ്പോ ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെ തുടങ്ങാൻ ചെയ്താല് സാബു തോറ്റുപോകത്തില്ലേ? കാരണം സാബുവിനേക്കാൾ വില കുറച്ച് കൊടുക്കാൻ, സാബുവിനേക്കാൾ വലിയ പണക്കാർ കേരളത്തിൽ ധാരാളമുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എറണാകുളത്ത് ഒരുപാട് കച്ചവട താല്പര്യമുള്ള MA യൂസഫ് അലിയോ ആസാദ് മൂപ്പനോ ആരെങ്കിലും ഇതുപോലെ ഒരു സംരംഭം അവിടെ കൊണ്ട് തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അത് പിന്നെ അദ്ദേഹത്തിന് ഈ 2 വള്ളത്തെ കാല് ചവിട്ടി പോകാൻ പറ്റും. ഒന്നീ സാബു ജേക്കബ് അദ്ദേഹത്തിന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും. അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരനാണ്, വളരെ വിജയിയായ ഒരു ബിസിനസ്സുകാരനാണ്. ആ കിറ്റക്സ് ഗ്രൂപ്പിന്റെ ഒരു ആസ്തിയും അതുപോലെ അതിൻ്റെ ഒരു പ്രഭാവവും 10 മടങ്ങ് വർദ്ധിപ്പിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം നടത്തുന്ന നീക്കങ്ങൾ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പല വ്യക്തികളെയും എനിക്കറിയാം, ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നു. അവരാരും കൃത്യമായിട്ട് എന്നോടൊരു മറുപടി പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ സംസാരത്തിൽ നിന്നും എനിക്ക് കിട്ടിയ സൂചന, സാബു എന്ന വ്യക്തി ഒരു എന്താണ്, അദ്ദേഹം ഒരു സൂപ്പർമാൻ പോലാണ്. സാബുവിലേക്ക് നമുക്ക് ആക്സസ് ഒക്കെ വളരെ കുറവാണ്. രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അത് ഒരിക്കലും സാബുവിന് ഗുണം ചെയ്യില്ല. ഒരു പഞ്ചായത്ത് പിടിക്കുന്ന പോലല്ല, ഒരു അസംബ്ലി ഇലക്ഷനിൽ പോലും ജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ഇതാണ് ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ കുറിച്ച് എനിക്ക് ഉള്ളൊരു വിലയിരുത്തൽ. അപ്പൊ സാബുവിന്റെ ഒരു മുന്നേറ്റത്തിന്റെ കാലം കഴിഞ്ഞ് സാബു ഇപ്പൊ താഴോട്ടുള്ള ഇറക്കത്തിലാണ്. അന്നേരം സാബുവിന് ആരെങ്കിലും കൂടെ ചേരണം. ഏതായാലും ഇടതുമുന്നണിയും ഐക്യമുന്നണിയും സാബുവിനെ എടുക്കില്ല. പിന്നെ ആകെ സ്ഥലമുള്ളത് BJPക്കാണ്. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കയറിയെന്നല്ലാതെ എനിക്ക് അതിൽ വലിയൊരു രാഷ്ട്രീയ നീക്കമൊന്നും തോന്നില്ല. കാരണം കോൺഗ്രസ് ഒരു കാരണവശാലും സാബുവിനെ അടുപ്പിക്കില്ല. കാരണം കോൺഗ്രസിന്റെ സാബു ഇല്ലാതായാൽ ആ വോട്ടില് 80% കോൺഗ്രസിനും. അല്ല, BJP സാബുവിന്റെ രാഷ്ട്രീയ 2020 നിലവിലുള്ള വോട്ട് കുറയോ? അത് എനിക്ക് തോന്നുന്നില്ല. കാരണം 2020 ഞാൻ പറഞ്ഞല്ലോ, അത് കേരളത്തിലെ ഒരു വികസന സങ്കല്പത്തിന്റെ പരിമിതികൾക്കെതിരെ വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ വികസന സങ്കല്പത്തെ രൂപപ്പെടുത്തിയത് ഇടതു വലത് UDF മുന്നണികളാണ്. അപ്പൊ അതിൽ BJPക്ക് വലിയ റോളില്ല. പിന്നെ അവിടെ മാറുന്നത് ആരാണെന്ന് വെച്ചാൽ 2020 പിന്നെ അംഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മുസ്ലിം സമുദായക്കാർ. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇന്ന് BJP അത്ര വലിയ ആസ്പൃശ്യതൊന്നുമില്ല. BJPയുടെ കേരളത്തിലെ രണ്ടാമൻ, അതായത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞാൽ രണ്ടാമൻ അനൂപ് ആന്റണിയാണ്. അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണ്, ഓർത്തഡോക്സുകാരനാണ്. പിന്നെ ഷോൺ ജോർജ് ഉണ്ട്, എത്രയോ പേരുണ്ട് BJPക്കകത്തില്. ഇപ്പൊ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയല്ലേ, അതിനു മുമ്പ് മറ്റൊരു ക്രിസ്ത്യാനിയെ കേന്ദ്രമന്ത്രിയാക്കിയ പാർട്ടിയാണ്. സഭയും BJPയുമായിട്ട് അടുക്കുന്നതിൽ ബുദ്ധിമുട്ടുകളുണ്ട്. സഭ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല BJPയോട് അടുക്കുമെന്ന്. സഭയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമല്ല BJPയുടെ താല്പര്യം. പക്ഷേ എൻ്റെ ഒരു വിലയിരുത്തലിൽ ഒരു കാരണവശാലും ആവറേജ് ക്രിസ്ത്യാനിക്ക് അവരുടെ മുഖ്യ വോട്ട് ബാങ്കിന് അതുകൊണ്ട് ചോർച്ചയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതല്ല വിഷയം. ഞാൻ പറഞ്ഞല്ലോ, സാബുവിന്റെ വോട്ട് ബാങ്ക് അല്ലാതെ തന്നെ ചോർന്നുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ടാണല്ലോ ഈ 4 പഞ്ചായത്തുകൾ ഭരിച്ചിരുന്ന സാബു, അതായത് പൂക്കോട്ടുപടി, കിഴക്കമ്പലം, കുന്നത്തുനാട്, പിന്നെ മഴുവന്നൂർ, ഈ 4 പഞ്ചായത്തുകൾ ഉണ്ടായിരുന്ന സാബു ഇപ്പം കുന്നത്തുനാടും ക്ഷമിക്കണം, പൂക്കോട്ടുപടിയും ഐക്യര, ഞാൻ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു തെറ്റിപ്പോയി, അതായത് ഐക്യര നാടും പിന്നെ അതുപോലെ കുന്നത്തുനാട്, മഴുവന്നൂര്, കിഴക്കമ്പലം, ഈ 4 പഞ്ചായത്തുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിലിപ്പോൾ ഐക്യര നാടും കിഴക്കമ്പലവും മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും സാബുവിൻ്റെ ഒരു ജനപിന്തുണ താഴോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അത് BJP ചേരുന്നതിന് മുമ്പ് തന്നെ അത് സംഭവിച്ചത്. അതിന് BJP കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. സാബുവിൻ്റെ തന്നെ നേതൃത്വത്തിന്റെ പരിമിതികളും അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രസ്ഥാനമാക്കിയിട്ട് തൻ്റെ CSR ഇനീഷ്യേറ്റീവിനെ വളർത്തിക്കൊണ്ട് വരുന്നതിനുണ്ടായ പിഴവുകളുമാണ് സാബുവിന് ഇവിടെ പ്രശ്നമുണ്ടാക്കിയത്. സാബു അതൊരു കോർപ്പറേറ്റ് CSRൽ നിന്ന് മാറ്റി സാബു അതൊരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഒരു വിഷൻ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഡെവലപ്മെന്റ് വിഷൻ, അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നതിൽ സാബു പരാജയപ്പെട്ടു. അതാണ് സാബുവിൻ്റെ പരാജയം. അതുപോലെ എറണാകുളത്തിന് പുറത്തേക്ക് സാബു നീങ്ങിയിട്ടില്ല. എറണാകുളം മാത്രമല്ലല്ലോ ഈ കേരളത്തിലുള്ളത്. അത് തന്നെ എറണാകുളം നഗരം, എറണാകുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഈ പിന്നെ കുന്നത്തുനാടോ പെരുമ്പാവൂരോ അതോ പിന്നെ തൃക്കാക്കരയോ ഒന്നുമല്ല. നമ്മുടെ മനസ്സിൽ എറണാകുളം നഗരമാണ്. കൊച്ചി കോർപ്പറേഷനാണ് എറണാകുളം എന്ന് പറഞ്ഞാൽ, എറണാകുളത്തിന് പുറത്തുള്ളവർക്ക്. അപ്പം ആ പ്രദേശത്ത് അവിടുത്തെ കോർപ്പറേഷനിൽ നിർണായക സ്വാധീനമാകാൻ പോലും സാബുവിന് കഴിഞ്ഞില്ല. നിരവധി സീറ്റുകൾ മത്സരിച്ചു, 40-40 സീറ്റ് മത്സരിച്ചെന്നാണ് തോന്നുന്നു ഇപ്രാവശ്യം. എന്തെങ്കിലും ചലനം ഉണ്ടാക്കി? സാബുവിന്റെ പ്രശ്നം BJP ബന്ധമല്ല, സാബുവിന്റെ സ്വന്തം പിന്നെന്താണ് രാഷ്ട്രീയ പരിമിതികളാണ്. ആ രാഷ്ട്രീയ പരിമിതികളിൽ നിന്ന് ഇനി അദ്ദേഹത്തിന് വളരണമെങ്കിൽ ആരുടെയെങ്കിലും തോളിൽ കൈയിട്ടാലേ പറ്റൂ. അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തൽക്കാലം BJP മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. കോൺഗ്രസ് ഏതായാലും എടുക്കില്ല, CPM-ഉം അദ്ദേഹത്തിനെ അനുകൂലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മുന്നിൽ പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള നിലയിൽ ഇങ്ങോട്ട് കയറിയ BJP-യിലോട്ട് കയറി, അത്രയേ ഉള്ളൂ. സാബുവിന് ഗൗരവപൂർണമായ ഒരു രാഷ്ട്രീയ നീക്കം നടത്തണമെങ്കിൽ എൻ്റെ വിലയിരുത്തലിൽ അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ആശയം, അതായത് ഈ വികസനത്തിൻ്റെ മാതൃക, ഒരു വ്യത്യസ്തമായ വികസന മാതൃക ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് സാബു തൻ്റെ ഒരു കളവൊന്ന് മാറ്റി ചവിട്ടണം. അതായത് തൻ്റെ വീടും പരിസരവും നിൽക്കുന്ന കിഴക്കമ്പലത്തു നിന്നും മാറിയിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അല്ലെങ്കിൽ സാബുവിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ പെട്ടെന്ന് വളർച്ച മുരടിച്ചു പോകും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ പിന്നെ ആം ആദ്മി പാർട്ടി ഉണ്ടായിട്ട് ആം ആദ്മി പാർട്ടിക്ക് പലരും വിചാരിച്ചു ആം ആദ്മി പാർട്ടിക്ക് കേരളത്തിൽ സാധ്യതയുണ്ട്. പക്ഷെ ആം ആദ്മി പാർട്ടി കേരളത്തിൽ ഒന്നും ആയില്ല. അതുപോലെ തന്നെയാണ് 2020-ക്കും സംഭവിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു അസംബ്ലി സീറ്റിലെങ്കിലും നിന്ന് വിജയിച്ചാൽ ഈ പാർട്ടി ഒരു 10 കൊല്ലം കൂടെ മുന്നോട്ട് പോകും. നേരെ മറിച്ച് ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ 2020 ഒരു സീറ്റ് പോലും പിടിക്കുന്നില്ലെങ്കിൽ 2020 എന്ന പ്രസ്ഥാനം അതോടുകൂടി കട്ടയും പടവും മടക്കി വീട്ടിയിരിക്കും. ഇതാണ് എനിക്ക് തോന്നുന്നത്. സാബുവിനെ സംബന്ധിച്ചിടത്തോളം സാബു തൽക്കാലം സാബു എടുത്ത തീരുമാനത്തിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷെ അതുകൊണ്ട് സാബുവിന് അതൊന്നും കൊണ്ട് മെച്ചമാവാൻ പോകുന്നില്ല. സാബു ചെയ്യേണ്ടത് സാബുവിൻ്റെ രാഷ്ട്രീയ ഒരു വീക്ഷണം പുറത്ത് പ്രചരിപ്പിക്കുക, സംഘടനാ രീതിയിൽ വ്യത്യസ്തമാക്കുക, രാഷ്ട്രീയ പ്രസ്ഥാനമാക്കിയിട്ട് 2020 യഥാർത്ഥ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റുക. അങ്ങനെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ സംഘടനയ്ക്കുള്ളിൽ വരുത്താതെ സാബു ഇനി എന്തൊക്കെ ജാട കാണിച്ചാലും ഒരു പ്രയോജനമില്ല. സാബു പരമാവധി ഒരു CSR വർക്ക് ചെയ്യുന്നതായിട്ട് ജനങ്ങൾക്ക് തോന്നത്തുള്ളൂ. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ സമയപരിമിതി പോലെ ഞാൻ നിർത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. എന്തായാലും ശരി, സാബുവിൻ്റെ അടുത്ത പരീക്ഷണത്തിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം.